സ്റ്റാൻഡിലെ തിരക്കിൽ നിന്നും ഓട്ടോ മാറ്റി നിർത്തിയിട്ടവൻ നടുവൊന്ന് നിവർത്തിയിരുന്നതേയുള്ളൂ. അപ്പോഴേക്കും പെട്ടെന്നൊരു സ്ത്രീ ഓട്ടോയിലേക്ക് കയറിയിരുന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ തലപ്പാല ബ്രിഡ്ജ് വരെ ഒന്ന് പോകണം. പിന്നെ മറ്റൊന്നും അവൻ ആലോചിച്ചില്ല. വിനു വേഗം ഹാൻഡിൽ ബാറിൽ മുറുകെ പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നേരെ പോയാൽ വഴിയിൽ നമുക്ക് ഒരുപാട് ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷോർട്ട് വഴി കയറിയാലോ? അതാവുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഒരു 10 മിനിറ്റ് വൈകുന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ മതിയോ മാഡം? കണ്ണാടിയിലെ മുഖം നോക്കി അവനത് പറയാൻ ശ്രമിച്ചപ്പോഴാണ് പിറകിലിരിക്കുന്ന ആളെ അവൻ ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത്. തുളസി. പെട്ടെന്ന് അവൻ്റെ കൈയൊന്ന് വിറച്ചു. ശരീരം മൊത്തത്തിൽ ചൂട് പടർന്നു പിടിക്കുന്നത് പോലെ അവന് തോന്നിയപ്പോഴാണ് എന്നാൽ അങ്ങനെ തന്നെ പോകാം എന്നവൾ മറുപടി പറഞ്ഞത്. പിന്നെ ഒന്നും അവൻ ചോദിച്ചില്ല. വണ്ടി അവിടെ നിന്നും തിരിച്ചു. സീറ്റിൻ്റെ ഓരം ചേർന്നവൾ ഇരുപ്പുറപ്പിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നതല്ലാതെ മറ്റൊന്നും ആ ഓട്ടോറിക്ഷക്കാരനോട് അവളും തിരക്കിയില്ല. ഇടയ്ക്കിടെ തൻ്റെ കണ്ണുകൾ നിറയുമ്പോഴേക്കും അവൾ അത് അയാളെ കാണിക്കാതിരിക്കാനായി വേഗം തുടച്ചു കളഞ്ഞ് പുറത്തേക്ക് തന്നെ ലക്ഷ്യമില്ലാതെ നോക്കിയിരുന്നു. അതിനിടയിൽ അവളുടെ ഫോൺ പല പ്രാവശ്യം റിങ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും എടുത്തു നോക്കാൻ പോലും താല്പര്യം കാണിക്കാത്ത ഭാവത്തിൽ അവൾ വേഗം അത് സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുന്നതും അവൻ അറിയുന്നുണ്ടായിരുന്നു. റോഡിലൂടെ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ മനസ്സ് എവിടെയൊക്കെ എത്തിപ്പെടുന്നത് പോലെയാണ് തോന്നിയത്. ആദ്യമായി അവളെ കണ്ടുമുട്ടിയതും ഇഷ്ടപ്പെട്ടു പോയതും പിരിഞ്ഞതും എല്ലാം അവൻ്റെ ഓർമ്മയിൽ ഇന്നലെ കഴിഞ്ഞതുപോലെ അവന് തോന്നിപ്പോയി. പരസ്പരം നേരിൽ കണ്ടിട്ട് ഇന്നത്തേക്ക് 5 മാസം പിന്നിട്ടുവെങ്കിലും അവളെക്കുറിച്ചൊന്നും ഓർമ്മപ്പെടുത്തി താൻ തൻ്റെ മുഖം അവൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതില്ലെന്ന് അവനും ഉറപ്പിക്കുകയായിരുന്നു. പിന്നെ കണ്ണുകൾ കൂർപ്പിച്ച് ഹാൻഡിൽ ബാറിൽ മുറുകെ പിടിച്ചുകൊണ്ടവൻ തലപ്പാല ബ്രിഡ്ജിനെ ലക്ഷ്യമാക്കി തൻ്റെ ശ്രീശൈലം ഓട്ടോയെ അവൻ വേഗത്തിൽ ഓടിച്ചു വിട്ടു. കുറച്ചു നിമിഷങ്ങൾക്കകം ബ്രിഡ്ജിൻ്റെ അടുത്ത് ആ വാഹനം നിർത്തിയപ്പോഴേക്കും ഇരുന്ന ഇരിപ്പിൽ തന്നെ അവളും വേഗം പേഴ്സിൽ നിന്നും കാശെടുത്ത് പിറകിലൂടെ തന്നെ അവൻ്റെ നേരെ നീട്ടിപ്പിടിച്ചു. ആ മുഖത്തേക്ക് നോക്കാതെ, തൻ്റെ മുഖം അവളെ കാണിക്കാതെ അവനും ആ പൈസ പിന്നിലേക്ക് കൈനീട്ടി വാങ്ങിച്ചു. നോക്കിയപ്പോൾ 500-ൻ്റെ നോട്ട്. ബാക്കി നൽകാനായി ചില്ലറ പെറുക്കിയെടുത്തവൻ വേഗം പിറകിലേക്ക് നോക്കാതെ അത് അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചിരുന്നെങ്കിലും അത് വാങ്ങിക്കാനായി അവൾ അന്നേരം അവിടെ ഉണ്ടായിരുന്നില്ല. പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ടതും അവൻ വേഗം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സീറ്റ് ശൂന്യമായി കിടക്കുന്നത് അവനും ശ്രദ്ധിച്ചത്. കയ്യിൽ ഒരുപാട് പൈസ കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ബാക്കി പോലും വേണ്ടെന്ന് വെച്ച് അവളൊന്നും പറയാതെ വേഗം ഇറങ്ങിപ്പോയത്. പോട്ടെ, എവിടേക്കാണെന്ന് വെച്ചാൽ പോട്ടെ. ഞാൻ എന്തിനാ വെറുതെ അതേക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? ഒരിക്കലും ഇങ്ങനെ ഒന്നും പറയാതെ തന്നെയല്ലേ എൻ്റെ സ്നേഹം തിരിച്ചറിയാൻ ശ്രമിക്കാതെ അവൾ ഇറങ്ങിപ്പോയത്. ഇതും അങ്ങനെയാണെന്ന് കരുതിയാൽ മതി. ദിവസവും ഈ ഓട്ടോയിൽ എത്ര പേരിങ്ങനെ കയറിയിറങ്ങുന്നു. ചിലരൊക്കെ പരിചയമുള്ളവർ ആയിരിക്കും, മറ്റു ചിലരെ ഒന്നറിയ പോലുമില്ല. അവരെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ഒന്ന് ചിന്തിക്കാറ് പോലുമില്ല. ഇവളും അങ്ങനെ തന്നെ ആവട്ടെ. തുളസി എനിക്കറിയില്ല. ഞാൻ അവളെ വീണ്ടും കണ്ടുമുട്ടിയിട്ടുമില്ല. മനസ്സിനകത്തെ ദേഷ്യവും സങ്കടവും കൊണ്ട് അവൻ വിരലുകൾ അറിയാതെ ഒന്ന് ചുരുട്ടി പിടിച്ചിരുന്നു. പിന്നെയും അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഭാവത്തിൽ വണ്ടി വേഗം റിവേഴ്സ് എടുക്കാൻ നേരമാണ് തൻ്റെ സൈഡ് മിററിലൂടെ അവനൊരു കാഴ്ച കണ്ടത്. സ്വന്തം കണ്ണുകളെപ്പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഞെട്ടലോടെ അവനൊന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അവൾ ആ പാലത്തിന് മുകളിൽ നിന്നും ആഴമേറിയ പുഴയിലേക്ക് എടുത്തു ചാടി കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം തൻ്റെ ശ്വാസം പുറത്തേക്കെടുക്കാൻ കഴിയാത്തതുപോലെ അവൻ അവിടെ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. പിന്നെ തുളസി എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് ഒരു ഓട്ടമായിരുന്നു അവിടേക്ക്. ഒഴുകുന്ന വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന അവളെ കണ്ടു നിൽക്കാനാവാതെ അവനും ആ പുഴയിലേക്ക് എടുത്തു ചാടി. അല്പസമയത്തിനുള്ളിൽ അവിടെയാകെ ജനം തിങ്ങി നിറഞ്ഞു. ജീവന്റെ തുടിപ്പ് അവശേഷിച്ചവൾക്ക് വേണ്ടി തണുത്തു വിറച്ച് ഒബ്സർവേഷൻ റൂമിന് പുറത്തു നിൽക്കുന്ന വിനുവിനെ കണ്ടപ്പോൾ അറ്റൻഡർ വേണുവേട്ടന് അവനോടൊരൽപ്പം ദയ തോന്നി. സാധാരണ ഇങ്ങനത്തെ കേസുകളൊക്കെ വയ്യാവേലി ആകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിട്ട ശേഷം അവരൊക്കെ വേഗം പൊടിയും തട്ടി പോവാറാണ് പതിവ്. പിന്നെ അവരെയൊന്നും മഷിയിട്ടാൽ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. അല്ല, പറഞ്ഞിട്ട് കാര്യവുമില്ല. ഒരു ജീവൻ രക്ഷിച്ച പിന്നെ അതിൻ്റെയൊക്കെ പിറകെ നടക്കാൻ ഇവിടെ ആർക്കാ നേരല്ലേ? എന്നാ നിങ്ങളുടെ ഈ നിൽപ്പ് കണ്ടിട്ട് തന്നെ എനിക്കെന്തോ പോലെ തോന്നുന്നു. ആ കൊച്ചിനെ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ജീവന് ആപത്തൊന്നുമില്ലെന്നാ കേട്ടത്. നിങ്ങൾ വേണമെങ്കിൽ ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ല ചൂടുള്ള ആഹാരം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതിയാകും. അതല്ല സാർ, ആ കുട്ടിക്ക് ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ അവർ എന്നെ തിരക്കില്ലേ? നനഞ്ഞൊട്ടിപ്പിടിച്ച കണ്ണുകളിൽ ആകാംക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു.
അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. തൽക്കാലം ആ കുട്ടിയെ ട്രിപ്പിട്ട് കിടത്തിയിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് താൻ അതൊന്നും ഓർത്ത് വേവലാതിപ്പെടണ്ട. അയാൾ പറഞ്ഞതെല്ലാം കേട്ട് നേരിയൊരു ആശ്വാസത്തോടെയാണ് വിനു അവിടെ നിന്നും തിരിച്ചു പോകാൻ ഒരുങ്ങിയത്. അപ്പോഴാണ് വീണ്ടും അയാൾ അവനെ ഒന്ന് തിരികെ വിളിച്ചത്. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, തൻ്റെ ആരെങ്കിലും ആണോ കുട്ടി? പെട്ടെന്ന് ആ ചോദ്യത്തിനൊരു ഉത്തരം പറയാൻ കഴിയാതെ അവനൊന്ന് നിന്നു. എന്നാൽ തൻ്റെ മറുപടിയും കാത്ത് അയാൾ അവിടെ നിൽപ്പുണ്ടെന്ന് തോന്നിയപ്പോൾ അവൻ പറഞ്ഞത് ഇത്ര മാത്രം. ഏയ് അല്ല. പറഞ്ഞ ഉടൻ അവൻ വേഗം മുഖം തിരിഞ്ഞു നിന്നു. ഒരു നിമിഷം തൻ്റെ മനസാക്ഷിക്ക് മുൻപിൽ താൻ വലിയൊരു കള്ളമല്ല ഇപ്പോൾ പറഞ്ഞതെന്ന് അവൻ അറിയാതെ ചിന്തിച്ചു പോയി. തുളസിയെ തനിക്ക് പരിചയം മാത്രമല്ല, അവൾ ഒരിക്കൽ തനിക്ക് എല്ലാമായിരുന്നു. അവൾക്കും അത് അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ടും ഞങ്ങൾക്കിടയിൽ എന്തൊക്കെയോ സംഭവിച്ചു പോയി. വിധിയുടെ വിളയാട്ടത്തിൽ ഞങ്ങൾ അകന്നു പോയത് എന്തിനു വേണ്ടിയായിരുന്നു? ഇപ്പോഴുള്ള ഈ കണ്ടുമുട്ടലും എന്തിനു വേണ്ടിയാണെന്നറിയില്ല. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവൻ മിഴിച്ചു നിന്നതല്ലാതെ അവനൊന്നിനും കഴിയാത്തതുപോലെയായിരുന്നു. മനസ്സെല്ലാം ശൂന്യമായതുപോലെ പെട്ടെന്ന് അവൻ അനുഭവപ്പെട്ടു. അതുകൊണ്ട് ഇനിയും അവൾക്ക് കാവലായി താനിവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന തോന്നലോടെ അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. പാതി വഴിയിൽ ഉപേക്ഷിച്ച തൻ്റെ ഓട്ടോയ്ക്ക് വേണ്ടി അവൻ അവിടെ നിന്നും നടന്നു. ഓട്ടോയുമായി വീട്ടിലേക്ക് വന്നു കയറിയ വിനോദിന്റെ കോലം കണ്ട് നളിനി ആകെയൊന്ന് ഞെട്ടിപ്പോയി. നനഞ്ഞു ഒട്ടിപ്പിടിച്ച് വന്നു കയറിയ തൻ്റെ മകൻ്റെ മുടിയിലും ശരീരത്തിലുമൊക്കെ ആവലാതിയോടെ അവർ തൊട്ടൊഴിഞ്ഞു നോക്കി. എന്താ വിനു ഇത്? നീ ആകെ നനഞ്ഞൊട്ടിരിക്കുകയാണല്ലോ മോനെ. എന്തു പറ്റിയടാ നിനക്ക്? അമ്മയുടെ ശബ്ദം കേട്ടതിന് പിറകെയാണ് അവൻ്റെ സഹോദരിമാരായ വിദ്യയും വീണയും പെട്ടെന്ന് അവിടേക്ക് വന്നത്. എന്നാൽ ഒന്നും പറയാതെ അവൻ വേഗം അകത്തേക്ക് കയറാൻ നിന്നപ്പോഴേക്കും നളിനി വീണ്ടും അവനെ ഒന്ന് തടഞ്ഞു പിടിച്ചു. നിൽക്ക്, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോവിനു. ഇങ്ങനെ വെയിലുള്ള കാലാവസ്ഥയിൽ മഴ നനഞ്ഞു വന്ന് നിൽക്കുന്നത് പോലുള്ള നിന്റെ ഈ നിൽപ്പ് കണ്ടിട്ട് അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാ ചോദിക്കുന്നേ. ഓ എൻ്റെ അമ്മേ, അമ്മയ്ക്കിപ്പോൾ എന്താ അറിയണ്ടേ? ഞാൻ എങ്ങനെ നനഞ്ഞു എന്നല്ലേ? എന്നാ കേട്ടോ, ഒരുത്തൻ പാലത്തിൻ്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവനെ തിരയാൻ സഹായിക്കുന്ന കൂട്ടത്തിൽ ഞാനൊന്ന് വെള്ളത്തിലിറങ്ങി മുങ്ങിയതാ. അതിൻ്റെയാ ഈ കാണുന്നതൊക്കെ. കേട്ടപാടെ വായ് പൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരതിശയത്തോടെ നളിനി അവനെയൊന്ന് നോക്കിയതോടെ ആ വാർത്തയ്ക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ലെന്ന അർത്ഥത്തിൽ അവനത് പറഞ്ഞവസാനിപ്പിച്ചുകൊണ്ട് വേഗം അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. പിന്നെ ശ്വാസം ആഞ്ഞു വലിച്ചവൻ ഒന്ന് പുറത്തേക്ക് വിട്ടു. ഹുഫ്. കുളിയെല്ലാം കഴിഞ്ഞ് കൈ കഴുകി ആഹാരത്തിന് മുമ്പിലേക്ക് അവൻ വന്നിരുന്നപ്പോഴായിരുന്നു നളിനി ബാക്കി സംശയങ്ങളും കൂടി പുറത്തേക്കെടുത്തത്. അല്ല വിനു, അയാൾ എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? സഹിക്കാനും പരിഹരിക്കാനും കഴിയാത്ത പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കില്ലേ അയാൾ അങ്ങനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവുക? അയാളെ നിനക്ക് മുൻപ് കണ്ട പരിചയം വല്ലതുണ്ടോ മോനെ? അറിയാനുള്ള ആകാംക്ഷയോടെ നളിനി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇല്ല അമ്മേ, എനിക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇനി വെറുതെ അതേക്കുറിച്ച് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ശരിയാ. എന്നാലും അവനെ പെറ്റതും ഒരമ്മയല്ലേടാ വിനു. ഇതൊക്കെ കേട്ടാൽ ആ അമ്മ എങ്ങനെയാടാ സഹിക്കുക? അവരതും പറഞ്ഞ് കറിയെല്ലാം പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊടുത്ത ശേഷം അടുക്കളയിലേക്ക് തന്നെ തിരിഞ്ഞതോടെ അവൻ്റെ മനസ്സും ആകെയൊന്ന് കലങ്ങി മറിയാൻ തുടങ്ങി. മക്കൾക്കൊരാപത്ത് സംഭവിച്ചാൽ അങ്ങനെയൊക്കെ വിഷമം തോന്നുന്നത് സ്നേഹമുള്ള അമ്മമാർക്കല്ലേ? തുളസിയുടെ അമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെയൊന്നും തോന്നില്ലല്ലോ. കാരണം അവളുടെ രണ്ടാനമ്മ ആ രാക്ഷസിയല്ലേ. അവർക്കെങ്ങനെ ഇതൊക്കെ അറിഞ്ഞാൽ അവളോട് സ്നേഹം തോന്നുക? എനിക്കൊന്നും അറിയില്ല, അറിയേ വേണ്ട. ആഹാരം പെറുക്കിയെടുത്തവൻ വായിലേക്ക് വെച്ചതും നനഞ്ഞു വിറച്ച കണ്ണുകളോടെ അടഞ്ഞു കിടക്കുന്ന അവളുടെ ആ മുഖം വീണ്ടും അവൻ്റെ കൺമുന്നിലേക്ക് തെളിഞ്ഞു വന്നു. അതോടെ ആഹാരം വേണ്ടെന്ന് വെച്ചവൻ പ്ലേറ്റ് വീണ്ടും നീക്കി വെച്ച് കൈ കഴുകാൻ അവിടെ നിന്നും എഴുന്നേറ്റു. അതുകണ്ടാണ് നളിനി വീണ്ടും അവിടേക്ക് വന്നത്. വിളമ്പിയ ചോറ് പ്ലേറ്റിൽ അതുപോലെ തന്നെ കുഴച്ചു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്കാകെയൊന്ന് ദേഷ്യം തോന്നി. നീ ഇതെന്താ വിനു ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? വിളമ്പിയ ചോറ് അതേപടി അങ്ങനെ കിടപ്പുണ്ട്. നീ എന്താടാ ഒന്നും കഴിച്ചില്ലേ? എനിക്കെന്തോ തീരെ വിശപ്പ് തോന്നുന്നില്ല അമ്മേ. അഴയിൽ വിരിച്ചിട്ട തോർത്തുമുണ്ടിൽ മുഖം തുടച്ചുകൊണ്ട് അവനത് പറഞ്ഞ ശേഷം ഉമ്മറത്തേക്ക് നടന്നു. അരിയുടെയും സാധനങ്ങളുടെയൊക്കെ വില കേട്ടാൽ തന്നെ ഇതൊക്കെ എങ്ങനെയാ കളയാൻ തോന്നുക? ഒന്നും വെറുതെ പാഴാക്കി കളയാൻ ഇഷ്ടമില്ലാത്ത ആളാ ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവനിതെന്തു പറ്റിയാവോ? സ്വയം പരാതി മൊഴിഞ്ഞുകൊണ്ട് നളിനി അതെല്ലാം പെറുക്കിയെടുത്ത് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ ചെന്നു. ഉമ്മറത്തെ തിണ്ണയിലെ തൂണിൽ ചാരിയിരിക്കുമ്പോഴും തുളസിയെക്കുറിച്ച് മാത്രമായിരുന്നു അവൻ്റെ ചിന്ത. എന്നാലും അവൾ എന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടാവുക? ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോയവളല്ലേ തുളസി. അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതായി എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക?
അമ്മ പറഞ്ഞതുപോലെ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആയിരിക്കില്ലേ അവൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഓഹ്, ആലോചിച്ചിട്ട് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചു വിട്ടവൻ തല താഴ്ത്തിയിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത്.